ചോറ്റി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് 29-ാം തീയതി തുടക്കമാകും. വൈകിട്ട് 5:30 പാലമൂട്ടിൽ PVVG കൊടിക്കുറയും കൊടിക്കയറും സമർപ്പിക്കുകയും 6:15 വിശേഷാൽ ദീപാരാധനയും 6:30 തന്ത്രി താഴ്മൺമഠം കണ്ഠരര് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിലും മേൽശാന്തി സത്യനാഥ് മാധവ നമ്പൂതിരി, കീഴ്ശാന്തി ഗോപാലകൃഷ്ണൻ നമ്പൂതിരി എന്നിവരുടെ സഹകാർമ്മികത്വത്തിലും കൊടിയേറ്റം നടക്കും. വൈകിട്ട് 7 മണി മുതൽ ശ്രീ മഹാദേവ വനിതാ സേവാ സമിതി അവതരിപ്പിക്കുന്ന തിരുവാതിരയും 8:30 സന്നിധാനം നയിക്കുന്ന കൊച്ചിൻ മെലഡി ഓർക്കസ്ട്രയുടെ ഭക്തിഗാനമേളയും നടക്കും. മാർച്ച് 1-ാം തീയതി പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ 7 മണിക്ക് ഭജനയും 8:30 നൃത്യങ്ങളും നടക്കും. ഭക്തജനങ്ങൾ ചോറ്റി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം മഹാശിവരാത്രി ഫെബ്രുവരി 29 വ്യാഴാഴ്ച വൈകിട്ട് 6:30 തന്ത്രിമുഖ്യം ബ്രഹ്മശ്രീ താഴ്മൺമഠം കണ്ഠരര് മോഹനര് തൃക്കൊടിയേറ്റുന്നതോടെ തുടക്കം കുറിക്കുന്നു. നാളെ ദീപാരാധനയ്ക്ക് ശേഷം ചോറ്റി ശ്രീ മഹാദേവ വനിതാ സേവാ സമാജത്തിൻ്റെ തിരുവാതിരകളിയും 5-ാം തീയതി തിരുവനന്തപുരം അക്ഷരകലയുടെ നാടകം, മഹാശിവരാത്രി ദിവസമായ മാർച്ച് 8-ാം തീയതി രാവിലെ 8:30 ചിറ്റടി SNDP ശാഖായോഗം ഗുരുദേവ ക്ഷേത്രം, പാറത്തോട് ഹിന്ദു യുവജന സംഘടനാ മന്ദിരം എന്നിവിടങ്ങളിൽ നിന്നും വന്നശമ്പളമായ കാവടി ഘോഷയാത്രകൾ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നു. കൃത്യം 11 മണിക്ക് ചോറ്റി ജംഗ്ഷനിൽ എത്തിച്ചേർന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാണ്. വെൽപ്പടി ഘോഷയാത്രയിൽ വിവിധ വാദ്യമേളങ്ങൾ, വിവിധ ക്ഷേത്ര കലാരൂപങ്ങൾ, പുരാണ പുണ്യ കലാരൂപങ്ങൾ എന്നിവ അണിനിരക്കുന്നതാണ്. കൂടാതെ വൈകുന്നേരം ബാലെ, നാടകം, ഭക്തിഗാനമേള, ചാക്യാർ കൂത്ത്, കഥാപ്രസംഗം എന്നിവയോടുകൂടി നേരം വിളക്കുന്നു. ഈ വർഷത്തെ തിരുവുത്സവം സമാപിക്കുന്നതാണ്. 6-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കാഴ്ച ശ്രീബലി നടക്കും. 8 മണിക്ക് പള്ളിവേട്ട പുറപ്പെടലും 8:30 പള്ളിവേട്ട എതിരേൽപ്പും ഉണ്ടാകും. മാർച്ച് 7-ാം തീയതി വൈകിട്ട് 6 മണിക്ക് ചിറ്റടി ആറാട്ടുകടവിൽ തിരു ആറാട്ട് നടക്കും. 6:30 ചിറ്റടി ജംഗ്ഷനിൽ ആറാട്ട് എതിരേൽപ്പിന് സ്വീകരണം ഒരുക്കും. 9 ആറാട്ട് എതിരേൽപ്പും നടക്കും. മഹാശിവരാത്രി ദിവസമായ മാർച്ച് 8-ാം തീയതി രാവിലെ 8:30 ചിറ്റടി 50-51 നമ്പർ SNDP ശാഖ ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും പാറത്തോട് ഹിന്ദു യുവജന സംഘടനാ മന്ദിരം എന്നിവിടങ്ങളിൽ നിന്നും കാവടി ഘോഷയാത്ര ആരംഭിക്കും. 11 കാവടി അഭിഷേകവും നടക്കും. രാത്രി 11 മഹാശിവരാത്രി പൂജയും നടക്കും. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.